ടൈംസ് സ്ക്വയർ മലയാളികളെയും കൊണ്ട് നിറഞ്ഞു. ഉത്രാടപ്പൂ നിലാവേ വാ, എന്നും വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമായ ടൈംസ് സ്ക്വയറിൽ, അതായത് മൻഹാട്ടൻ സിറ്റിയിൽ ടൈംസ് സ്ക്വയറിൽ മലയാളികളെല്ലാവരും ഒത്തുചേർന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഒരു കൂട്ടം മലയാളികൾ തന്നതായ മുണ്ടും ഷർട്ടും സാരിയും ഉടുത്ത് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ, മുത്തുകുടകളുടെ അകമ്പടിയോടെ മാവേലി യാത്രയ്ക്ക് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈംസ് സ്ക്വയറിലെ മാവേലി യാത്രയെക്കുറിച്ചാണ്. നമുക്കെന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം. ഹായ് മാവേലി, എന്തൊക്കെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് ഈ ടൈംസ് സ്ക്വയറിൽ വന്നിട്ട്? അയ്യോ, ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ കാണേണ്ടതെന്ന് അതിശയിച്ച് നിൽക്കുകയാണ് ഞാൻ. ഇത്രയും മനോഹരമായ ഈ സ്ഥലം കാണാൻ എനിക്ക് സാധിച്ചല്ലോ. പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് റോഷൻ പ്ലാമൂട്ടിൽ. എവിടെയാണ് സ്ഥലം? നാട്ടിൽ ചങ്ങനാശ്ശേരി. ഇവിടെ ഫിലഡൽഫിയ. ഓക്കെ. അങ്ങനെ മാവേലി യാത്ര ആരംഭിക്കുകയാണ്. ടൈംസ് സ്ക്വയറിനെ റൗണ്ട് അടിച്ച് മാവേലി യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത മാവേലിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെയുള്ളവരുടെ തിരക്കാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്നവർ മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് ഫോട്ടോ എടുക്കുന്നത് കാണാം. അതുപോലെ നോർത്ത് ഇന്ത്യൻസും ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ടൈംസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടെയുണ്ട്. വണ്ടികൾ പോകുന്നവർ വരെ മാവേലിനെ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂബർട്ട് ട്രിവാൻഡ്രം. റിൻസി ഇടുക്കി. ദീപ ഫിലഡൽഫിയ. സനി ട്രിവാൻഡ്രം. ചേസ് ട്രിവാൻഡ്രം. വിപിൻ. വള്ളി കോതമംഗലം. ചുട്ടി. ഹലോ. വിൻസെന്റ് മാനുവൽ. ബ്രിജിറ്റ് വിൻസെന്റ്. ഷിബു. അങ്ങനെ ടൈംസ് സ്ക്വയർ മലയാളികളെയും കൊണ്ട് നിറഞ്ഞു. അങ്ങനെ മാവേലി യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി ടൈംസ് സ്ക്വയർ ഇങ്ങനെ വലയം വെച്ച് നമ്മൾ ഒരു ഓപ്പൺ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഓപ്പൺ ബസ്സിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് മൻഹാട്ടൻ മൊത്തം കറങ്ങും. അതാണ് നമ്മുടെ പ്ലാൻ.
അങ്ങനെ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ടൈംസ് സ്ക്വയറിലൂടെ മന്ദം മലയാളി സമൂഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടൈംസ് സ്ക്വയറിൻ്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത, ടൈംസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോലീസ് പ്രൊട്ടക്ഷനുള്ള ഒരു ഏരിയയാണ്. മിക്കവാറും ഇവിടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളോ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ പോലീസ് വന്നത് തടയാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ മാവേലി യാത്ര ഒരു കുഴപ്പവുമില്ലാതെ പോലീസിൻ്റെ നല്ല സഹകരണത്തോടു കൂടി തന്നെ നമ്മൾ ഏകദേശം 1.5 മണിക്കൂറോളം ടൈംസ് സ്ക്വയറിൽ ഒരു ശ്രദ്ധേയമായി തന്നെ ഈ മാവേലി യാത്ര മുന്നോട്ട് പോയി. മൻഹാട്ടനിൽ വരുന്ന എല്ലാ വിദേശികളുടെയും ശ്രദ്ധ മാവേലി തന്നെയായിരുന്നു. ഏറ്റവും സുന്ദരനും സുമുഖവുമായ മാവേലി തന്നെയാണ് ഈ മാവേലി യാത്രയുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത്. അങ്ങനെ ടൈംസ് സ്ക്വയർ വലയം വെച്ച് ഇനി മൻഹാട്ടനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ബസ്സിൽ കയറി മൻഹാട്ടൻ മൊത്തം കറങ്ങാനുള്ള ശ്രമത്തിലാണ് മാവേലി. അങ്ങനെ മാവേലി യാത്ര മൻഹാട്ടൻ സിറ്റിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാവേലിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ മാവേലി യാത്ര? മനോഹരമായ ഒരു യാത്രയാണ് ന്യൂയോർക്ക് സിറ്റിയിലൂടെ. ടൈംസ് സ്ക്വയറിൻ്റെ മുമ്പിൽ നിന്നും ആരംഭിച്ച് ഞങ്ങൾ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ കൂടെ എല്ലാ ബിൽഡിങ്ങുകളും ഈ സിറ്റി മുഴുവൻ മാവേലിയെ കാണിക്കുകയാണ്. ഈ ഒരു അവസരം മാവേലിക്ക് കൊടുത്ത ഷിജോസ് ട്രാവൽ ഡയറിക്ക് അവരുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷിജോയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. മുണ്ടും ഷർട്ടും ഒക്കെ ഉടുത്ത് ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ന്യൂയോർക്ക് ടൗൺ കാണാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ രസമാണ്. ഇത്രയും വലിയ യാത്ര ഞങ്ങൾ ഓണമായിട്ട് പോകുന്നത് തന്നെ വളരെ രസമായിട്ട് തോന്നുന്നു. ഓണ ആശംസകൾ എല്ലാവർക്കും നേർന്നു. എൻ്റെ പേര് എബീനാണ്. ഞാൻ നാട്ടിൽ പത്തനംതിട്ട അടൂരാണ്. അമേരിക്ക വന്നിട്ട് ഞാൻ ഒരുപാട് ഓണാഘോഷ പരിപാടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മനോഹരവും വളരെ അച്ചടക്കവും വളരെ എന്താ പറയുക നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു ഓണാഘോഷമായിട്ട് കിട്ടി. അതിലുപരി ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മാവേലിയെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് ഇതിന് പറയാൻ നമ്മുടെ മാവേലിയാണ്. ഏറ്റവും നല്ല രീതിയിലാണ് ഒരു നല്ലൊരു മാവേലി നമുക്ക് കിട്ടി. ബാക്കി എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. ആദ്യമായി മാവേലി ന്യൂയോർക്കിൽ വന്നിറങ്ങിയ ദിവസത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഷിജോയുടെ നേതൃത്വത്തിൽ നല്ല പ്രോഗ്രാമായിരുന്നു. എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ പ്രത്യേകം നന്ദിയുണ്ട്. ഇനി ന്യൂയോർക്ക് സിറ്റിയിൽ കറങ്ങി കാണുവാനും മാവേലിയുടെ ഒത്ത് യാത്ര ചെയ്യാൻ സാധിച്ചില്ല. വളരെ സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അമേരിക്കയിലെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളും അമേരിക്കയിൽ ഉടനീളമുള്ള നമുക്കറിയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വളരെ ലളിതമായ രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ഷിജോ പൗലോസ് നേതൃത്വം നൽകുന്ന ഷിജോ ട്രാവൽ ഡയറീസ്. ഇതിനകം വലിയ ശ്രദ്ധ ട്രാവൽ ഡയറീസിന് നേടാൻ കഴിഞ്ഞു എന്നത് നമുക്കറിയാം. അമേരിക്കയിലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പല കാഴ്ചകളും ഇതിനകം ട്രാവൽ ഡയറിയുടെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് കഴിഞ്ഞു. വരും ലക്കങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള കൂടുതൽ വ്യത്യസ്തമായ പല റിപ്പോർട്ടുകളും ഷിജോവിൻ്റെ ലളിതമായ വിവരണത്തിലൂടെയും ക്യാമറയിലൂടെയും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കും. ഷിജോ ട്രാവൽ ഡയറിക്ക് എൻ്റെ എല്ലാ ഭാവുകങ്ങളും.
are here in New York City today to celebrate this festival Onam. I'm feeling very great and very thankful to Mr. Sijo. നമസ്കാരം, എൻ്റെ പേര് അഞ്ജു. ആദ്യമായിട്ടാണ് ഞാൻ ന്യൂയോർക്കിലൊക്കെ ഇവിടെ വരുന്നത്. എൻ്റെ ആദ്യത്തെ ഓണമാണ് ഇവിടെ. എന്താ പറയുക, നാട്ടിൽ നിന്ന് വേറിട്ട ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ നാടിനെ പോലെ തന്നെ നല്ലൊരു ഓണം തന്നെ എനിക്ക് ഇവിടെ കിട്ടിയത്. ഞങ്ങൾ നാട്ടിൽ നിന്നും വന്നിട്ട് 4 വർഷമായി. ഇപ്പോൾ അതിനുശേഷം ഓണം എന്നൊരു സംഭവം വളരെയധികം ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ ഷിജോസ് ട്രാവൽ ഡയറിക്കൊപ്പം കൂടി ഇപ്രാവശ്യത്തെ ഓണം അതിഗംഭീരമാകും ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് റിൻസി എന്നാണ്, ഞാൻ ഇടുക്കിയിൽ നിന്നാണ്. ഇത് എല്ലാവരുമായിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. നല്ല അടിപൊളി ഓണമായിരുന്നു ഇത്തവണത്തെ. നമ്മൾ ടൈംസ് സ്ക്വയറൊക്കെ കറങ്ങി ഇത് ഇപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരു മണിക്കൂറായി ഞങ്ങൾ മൻഹാട്ടൻ സിറ്റി റൗണ്ട് അടിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതാ ഫ്രീഡം ടവറിൻ്റെ താഴെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ യാത്ര? ഞങ്ങളുടെ അമേരിക്കക്കാരുടെ ഒരു അഹങ്കാരവും അമേരിക്കയിലെ ഏറ്റവും നല്ല ഗായകന്മാരിൽ ഒരാളായ ജെംസൺ കുര്യാക്കോസാണത്. എങ്ങനെ ജെംസ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? ലൈഫിൽ ഇതുവരെ ഇതുപോലൊരു ഓണം ആഘോഷിച്ചിട്ടില്ല. ഒട്ടേറെ ഓണം ആഘോഷിക്കുകയും ആ ഓണങ്ങൾക്ക് പാടാനും പോയിട്ടുണ്ട്. എന്നാൽ ന്യൂയോർക്ക് സിറ്റിയിൽ മുണ്ടുകൊടുത്തിട്ട് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ ഷിജോ ട്രാവൽ ഡയറി വഴി ഇപ്പോൾ പാടുപാടാം ഇപ്പൊ നിറവേറിയിരിക്കുകയാണ്. ഇപ്പൊ കേട്ടില്ലേ നിങ്ങൾ ബാക്കിലിരുന്ന്? ഇനി ഒരു ഇന്റർവ്യൂവിന് വരെ അവർ സമ്മതിക്കണില്ല. പാട്ട് പാടണം എന്ന് പറയണേ. അപ്പൊ ഇവന്റെ ആ ഒരു കഴിവ് എന്തുണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ നമ്മൾ സാധാരണ കാണുന്നത് വർണ്ണപ്പൂക്കളും വേലികളിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ തോരണങ്ങൾ ഇടുന്നതൊക്കെയാണ്. എന്നാൽ ന്യൂയോർക്ക് സിറ്റിയിലെ LCD വർണ്ണപ്പൂക്കളാണ് ഞങ്ങൾക്ക് ഇന്ന് ഓണം ആഘോഷിക്കാൻ മഹാബലിയൊക്കെ ഉണ്ടായിരുന്നത്. നല്ല ഒരു മഹാബലി ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കിട്ടി ഇന്ന്. അതായത് ഞങ്ങള് മിക്കവാറും അമേരിക്കയിലുള്ളവര് ഒരു 20-30 ഓണെങ്കിലും കൂടാറില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇതുവരെ ഇത്ര സൗന്ദര്യമുള്ളൊരു മാവേലിനെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഉത്രാടപ്പൂ നിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂ നിലാവേ വാ. ഇതൊരു എക്സെപ്ഷണൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഹാപ്പി ഓണമോ. താങ്ക് യു ടു ഷിജോ ചേട്ടൻ ആൻഡ് ടീം. It was a very good experience. It's the first Onam I celebrated with my friends. I'm very happy. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നത്തെ ഓണം ഞങ്ങൾക്ക് വളരെയധികം എൻജോയ്മെൻറ്റ് തന്ന ഒരു ദിവസമാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഒന്നിച്ച് കൂടിയത്. ഈ കോവിഡ് പാൻഡമിക്കിനൊക്കെ ശേഷം എല്ലാവരും ഒന്നിച്ച് കൂടാനുള്ളൊരിത് കിട്ടി. അപ്പോൾ വളരെയധികം സന്തോഷം. ഇങ്ങനെയൊരു അവസരം ഒരുക്കുന്നത് ഷിജോ ചേട്ടനുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. മൻഹാട്ടനിലെ പ്രസിദ്ധമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്, ടൈംസ് സ്ക്വയർ, അതുപോലെ തന്നെ 9/11 ബിൽഡിങ്, അങ്ങനെ മൻഹാട്ടനിൽ നിരവധി പ്ലേസുകളാണ് നമുക്ക് കാണാനുള്ളത്. ആ ഭാഗങ്ങളിലൂടെയെല്ലാം ഈ മാവേലി യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ആവണു സമയം ഇപ്പോൾ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഞാനിപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് ദ ബെസ്റ്റ് ഓണം എന്ന് പറയാൻ പറ്റുന്നത് ഇതായിരുന്നു. കാരണം ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ആക്ച്വലി നമ്മൾ ഇത്ര നാൾ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഹോളിൻ്റെ ഉള്ളിലോ ഇതിൻ്റെ ഉള്ളിലോ പൂക്കളിട്ട് അത് നമ്മൾ അവസാനിപ്പിക്കുമായിരുന്നു. ഇത് ലിറ്ററലി മാവേലിനെ നമ്മൾ ന്യൂയോർക്ക് കാണിക്കാൻ കൊണ്ടുവന്നു എന്ന് നമുക്ക് അവകാശപ്പെടാം. ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വർത്ത് ഗോയിങ് വിത്ത് ദിസ് ടീം. അമേരിക്കയിലേറെ വ്യത്യസ്തമായ ഒരു ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ന്യൂയോർക്ക് എന്ന മഹാനഗരത്തിലാണ് ഇത്തവണ മാവേലി എത്തി മലയാളി കൂട്ടായ്മയുടെ ഈ ഓണം നമ്മൾ കൊണ്ടാടുന്നത്. നമ്മൾക്ക് പരിചിതമായ ഓണക്കാഴ്ചകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ഓണം. അതുകൂടാതെ തന്നെ ഒരു നഗരപ്രദക്ഷിണം
ഇപ്പോൾ മഹാബലി നടത്തുകയാണ്. ന്യൂയോർക്കിലെ പ്രശസ്തമായ ടോപ്പ് വ്യൂ ബസ്സിൽ ന്യൂയോർക്കിൻ്റെ വിവിധ കാഴ്ചകൾ മാവേലിയും ഇവിടുത്തെ മലയാളികളും കാണുകയാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇവിടുത്തെ മലയാളികൾ എല്ലാവരും തന്നെ. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു ഓണം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി കോവിഡിൻ്റെ ലോക്ക്ഡൗണുമൊക്കെ ബന്ധപ്പെട്ട് വീടിനുള്ളിലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ജനങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ടൈംസ് സ്ക്വയർ കാണാനും ന്യൂയോർക്കിലെ പല കാഴ്ചകൾ കാണാനും മാവേലിയോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനുമുള്ള ഒരു അവസരമായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. അങ്ങനെ വളരെ മനോഹരമായ മാവേലി യാത്ര അവസാനിച്ച് ഞങ്ങളുടെ പാവയ്ക്ക തോട്ടത്തിൽ മനോഹരമായ വിഭവ സമൃദ്ധമായ ഒരു ഓണസദ്യയുമുണ്ട്. മാവേലി യാത്ര ഇവിടെ അവസാനിപ്പിച്ചു. ഇന്നത്തെ മാവേലി യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയിലെ വ്യത്യസ്തമായ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.